السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, വേദിയിൽ ഉപവിഷ്ടരായ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെ, അടുത്തുനിന്നും അകലുനിന്നും ഈ ശബ്ദം ശ്രവിക്കുന്ന ഈ പ്രദേശത്തെ നല്ലവരായ നാട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അത്യപാരമായ അനുഗ്രഹത്താൽ ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകിയിരിക്കുകയാണ്. ഈ കർമ്മം നമ്മിൽ നിന്ന് ഒരു സ്വാലിഹായ കർമ്മമായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇതുപോലെ അവൻ്റെ സ്വർഗീയാരാമത്തിൽ ഒരുമിച്ചു ചേരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ് ഈ പ്രഭാഷണ പരിപാടിയിൽ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. തികച്ചും കാലികമായ ജീവന്റെ ജീവനാണ് ഈ റസൂൽ എന്ന അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ആ പ്രവാചകന്റെ ജീവിതം നൽകുന്ന സന്ദേശവുമായി ബന്ധപ്പെട്ട വളരെ മഹനീയമായ ഒരു വിഷയം. ആമുഖമായി ഈ ശബ്ദം ശ്രവിക്കുന്ന ഈ പ്രദേശത്തെ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ ശബ്ദം നിങ്ങൾ ശ്രവിക്കുമ്പോൾ മുൻധാരണകളില്ലാതെ
സംഘടനാപരമായ സങ്കുചിതത്വങ്ങളോ പക്ഷപാതിത്വങ്ങളോ ഒന്നുമില്ലാതെ അല്പനേരം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ഈ സംസാരം നിങ്ങൾ ശ്രവിക്കണമെന്നാണ് ആമുഖമായി ഏവരെയും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇവിടെ പരാമർശിക്കുന്ന കാര്യങ്ങൾ തികച്ചും പ്രാമാണികമായിരിക്കും. അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമുക്കതിനെ ഉൾക്കൊള്ളാം. അതല്ലെങ്കിൽ തികച്ചും തിരസ്കരിക്കുവാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. ആ നിലക്ക് തന്നെ നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഏതാണെങ്കിലും ഈമാനുള്ള വിശ്വാസികളുടെ ലക്ഷണം വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അവർ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുന്നവരാണ്. ആമുഖ ഭാഷണത്തിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ആ വാക്കുകളിൽ ഉത്കൃഷ്ടമായതിനെ പിൻപറ്റുവാൻ വിശ്വാസികൾ തയ്യാറാകും. അത് അവരുടെ ഈമാനികമായ ഒരാവേശമായി വിശുദ്ധ ഖുർആൻ നമുക്ക് പകർന്നു തരുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ നിലക്കുള്ള സങ്കുചിത മനസ്സുകളൊന്നുമില്ലാതെ ഈ വിഷയത്തെ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ ശ്രവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നന്മയുടെ വെളിച്ചം പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി വിവിധ കാലഘട്ടങ്ങളിൽ അവൻ്റെ ദൂതന്മാരെ വിവിധ പ്രദേശങ്ങളിലേക്ക് നിയോഗിച്ചിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ ദൂതന്മാര് കടന്നു വരാത്ത ഒരൊറ്റ ജനതയും ഇല്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞ കാര്യമാണ്. മഹാനായ ആദം അലൈഹിസ്സലാം മുതൽ അന്തിമ പ്രവാചകനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള സർവ്വദൂതന്മാരും അല്ലാഹുവിൻ്റെ കൃത്യമായ സന്ദേശം പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടി ഈ ലോകത്തേക്ക് കടന്നു വന്ന ദൂതന്മാരായിരുന്നു. ആ മുഴുവൻ പ്രവാചകന്മാരെയും ആദരിക്കുവാനും ആ സർവ്വ അമ്പിയാക്കന്മാരെയും ബഹുമാനിക്കുവാനും കടപ്പെട്ടവനാണ് ഒരു മുസ്ലിം. ഏതെങ്കിലും ഒരു പ്രവാചകനെ ഞാൻ അംഗീകരിക്കില്ലെന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു ദൂതനെ ഞാൻ വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ, ആ നിമിഷം അവൻ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോകും എന്നത് മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മുമ്പ് കഴിഞ്ഞുപോയ പല സമുദായങ്ങൾക്കും വന്ന അപജയത്തിന്റെ കാരണം വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി വിശദീകരിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകനായ ഈസാ അലൈഹിസ്സലാമിനെ തിരസ്കരിച്ച യഹൂദ ജനത, അവർക്ക് അബദ്ധം വന്നു. പ്രവാചകന്മാരെ അവർ അംഗീകരിക്കാൻ തയ്യാറായില്ല. അതേപോലെ തന്നെ അന്തിമ പ്രവാചകനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുവാനും വിശ്വസിക്കുവാനും തയ്യാറാകാത്ത ക്രൈസ്തവ ജനത, അവർക്കുണ്ടായ വിശ്വാസ വൈകല്യത്തിന്റെ, അതല്ലെങ്കിൽ അവർക്കുണ്ടായ പരാജയത്തിന്റെ തുടക്കമായിരുന്നു അത്. എന്നാൽ മുസ്ലിമീങ്ങൾ അങ്ങനെയല്ല. അല്ലാഹു അയച്ച സർവ്വദൂതന്മാരെയും അംഗീകരിക്കുവാൻ കടപ്പെട്ടവരാണ്, സ്നേഹിക്കാൻ ബാധ്യസ്ഥരാണ്. എല്ലാ ദൂതന്മാരും ഒരേ സ്ഥാനമുള്ളവരല്ല. എല്ലാ അമ്പിയാക്കന്മാർക്കും തുല്യ പദവിയല്ല ഇസ്ലാമിൽ ഉള്ളത്. ചിലർക്ക് ചിലരേക്കാൾ അല്ലാഹു മഹത്വം കൽപ്പിച്ചിട്ടുണ്ട്. ഏതുപോലെ ചില സ്ഥലങ്ങൾക്ക് മറ്റു ചില സ്ഥലങ്ങൾക്കില്ലാത്ത പ്രത്യേകത പോലെ, ചില മാസങ്ങൾക്ക് മറ്റു ചില മാസങ്ങൾക്കില്ലാത്ത മഹനീയത പോലെ, ചില ദിവസങ്ങൾക്ക് വേറെ ചില ദിവസങ്ങൾക്കില്ലാത്ത ഫളില് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ ഏറെ ആദരിച്ചവരാണ് അമ്പിയാക്കന്മാർ. അമ്പിയാക്കന്മാര് മുഴുവനും മഅ്സൂമുകളാണെന്ന് വിശ്വസിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ, പാപ സുരക്ഷിതരാൻ. ആ അമ്പിയാക്കന്മാരിൽ തന്നെ ചിലർക്ക് ചിലരേക്കാൾ അല്ലാഹു പദവിയിൽ വർധനവ് നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ നിങ്ങൾ എടുത്തു പരിശോധിച്ചാൽ കാണാം,
ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിൽ 253-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, തിൽക്കർ റുസുലു ഫളൽനാ ബഅദഹും അലാ ബഅദിൻ മിൻഹും മൻ കല്ലമല്ലാഹ് വറഫഅ ബഅദഹും ദറജാത്ത്. തിൽക്കർ റുസുൽ, അവരാണ് നമ്മുടെ ദൂതന്മാർ. ആ ദൂതന്മാരുടെ പ്രത്യേകത എന്താണ്? ഫളൽനാ ബഅദഹും അലാ ബഅദിൻ, അവരിൽ ചിലർക്ക് ചിലരേക്കാൾ നാം ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. അവർക്ക് ചിലർക്കില്ലാത്തതിനേക്കാൾ സവിശേഷത നാം വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, മിൻഹും മൻ കല്ലമല്ലാഹ്, അവരിൽ അല്ലാഹു നേരിട്ട് സംസാരം നടത്തിയ പ്രവാചകന്മാരും ഉണ്ട്. അംബിയാഇന്റെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശബ്ദം കൊണ്ട് തന്നെ നേരിട്ട് സംസാരിച്ച മഹാനായ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം മുസ്ലിമീങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വകല്ലമല്ലാഹു മൂസാ തക്ലീമാ, മൂസ അലൈഹിസ്സലാമിനോട് നാം ഒരു സംസാരം നടത്തി എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. സാധാരണ അമ്പിയാക്കന്മാരോട് അല്ലാഹു സംസാരിക്കുന്നത് വഹയിലൂടെയാണെങ്കിൽ, മൂസാ നബി അലൈഹിസ്സലാമിനോട് റബ്ബ് സംസാരിച്ചത് അവന്റെ ശബ്ദത്തിൽ തന്നെയാണ്. എന്നിട്ട് ആയത്തിന്റെ അവസാനത്തിൽ പിന്നെ റബ്ബ് പറയാണ് സൂറത്തുൽ ബഖറയിൽ, വറഫഅ ബഅദഹും ദറജാത്ത്, അവരിൽ ചിലർക്ക് ചിലരേക്കാൾ നാം പദവിയിൽ വർധനവ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കന്മാർക്ക് ചിലർക്ക് ചിലരേക്കാൾ പദവിയിൽ ഏറ്റവ്യത്യാസം നൽകിയിട്ടുണ്ട്. അത് അല്ലാഹു കൽപ്പിച്ചതാണ്, അല്ലാഹു വകവെച്ചു കൊടുത്തതാണ്. അത് അതുപോലെ അംഗീകരിക്കാൻ മുസ്ലിമീങ്ങളായ നമ്മൾ എല്ലാവരും ബാധ്യസ്ഥരാണ് എന്ന് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. നിങ്ങൾ നോക്കൂ, അംബിയാഇന്റെ കൂട്ടത്തിൽ ഏറെ മഹനീയരായ, ഏറെ ഫളിലുള്ള മഹത്വമുള്ള 5 പ്രവാചകന്മാർ ഉലുൽ അസ്മിൽപ്പെട്ട മഹാനായ സയ്യിദുന നൂഹ് അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, അതുപോലെ തന്നെ മൂസ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം, അന്തിമ പ്രവാചകനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 5 പ്രവാചകന്മാരെയും അല്ലാഹു ഉലുൽ അസ്മിലാണ് നിശ്ചയിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ പ്രവാചകന്മാർ മറ്റുള്ളവരെക്കാൾ ഏറെ ശ്രേഷ്ഠതയുള്ളവരാണ്. ആ 5 പ്രവാചകന്മാരിൽ തന്നെ ഏറെ ശ്രേഷ്ഠനായ പ്രവാചകനാണ് നമ്മിലേക്ക് നിയോഗിക്കപ്പെട്ട, അതല്ലെങ്കിൽ അവസാനമായി കടന്നു വന്ന, നാം ഒക്കെ നമ്മുടെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അംബിയാഇന്റെ മാത്രം നേതാവല്ല പ്രവാചകൻ, മറിച്ച് സർവ മനുഷ്യരുടെയും നേതാവാണ് ഞാനെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് വളരെ കൃത്യമായി പഠിപ്പിച്ച കാര്യമാണ്. ആ പ്രവാചകന്റെ ഉമ്മത്തിൽ ഒരാളായി മാറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹം നൽകിയിരിക്കുകയാണ്. ആ പ്രവാചകരെ സ്നേഹിക്കുകയും ആ പ്രവാചകരെ ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് മുസ്ലിമീങ്ങളുടെ നിർബന്ധമായ ബാധ്യതയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ, നമുക്കെങ്ങനെ പ്രവാചകനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയും? നമുക്കെങ്ങനെ പ്രവാചകന്റെ പദവിയെ അംഗീകരിക്കാൻ